ഇന്ന് ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് 1942 ഓഗസ്റ്റ് 8-നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9-നാണ്. അന്നു മുതൽ ഓഗസ്റ്റ് 9 നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആഗസ്റ്റ് വിപ്ലവം. താവ് യൂസഫ് മെഹ്ലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ്. ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകണമെന്നും അധികാരം കൈമാറ്റം ചെയ്യണമെന്നും INC ആവശ്യപ്പെട്ട പ്രമേയമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസിന്റെ സമ്മേളനമാണ് ബോംബെ സമ്മേളനം. ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രമാണ് ഹരിജൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉയർത്തിയ ആഹ്വാനമാണ് ഡു ഓർ ഡൈ. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലാവുന്നു. ഒളിവിൽ പാർത്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരം നയിച്ച വ്യക്തികളാണ് അരുണ ആസിഫ് അലിയും ജയപ്രകാശ് നാരായണനും. ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയുമാണ്.